മരണസംഖ്യ 222 ഉയർന്നിരിക്കുന്നു. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദന നൽകുന്നത്. 222 മരണസംഖ്യ ഉയർന്നിരിക്കുന്നു ഈ ഉരുൾപൊട്ടലിൽ എന്നുള്ളതാണ്. ഇനിയും കണ്ടെത്താനുണ്ട് നിരവധി ആളുകളെ. നമ്മുടെ പ്രിയപ്പെട്ടവരാണ്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. അവരിൽ ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട്. ഈ മഴ ഇങ്ങനെ തന്നെ തുടരുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്നുള്ളതാണ് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത്. വയനാട്ടിൽ മാത്രമല്ല മറ്റിടങ്ങളിലൊക്കെയും മഴ കനക്കുന്നുണ്ട്. അതുകൂടി പ്രേക്ഷകർ ഓർക്കുക. മറ്റിടങ്ങളിലൊക്കെ മഴ കനക്കുകയും വെള്ളപ്പൊക്കം ആ തരത്തിലേക്ക് സാഹചര്യം ഉണ്ടാവുകയും കാറ്റിനും മഴയ്ക്കുമുള്ള മുന്നറിയിപ്പും ഒക്കെ ഉണ്ട്. അതൊക്കെ കരുതിയിരിക്കുക. ഇപ്പോഴിതാ മൃതദേഹം അക്കരെ നിന്നും അത് കയർ മാർഗം ഇക്കരയിലേക്ക് എത്തിച്ച് കൊണ്ടുപോകുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 222 ഉയർന്നിരിക്കുന്നു. 222 പേരുടെ മരണം ഇതുവരെയും സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഈ നിമിഷം പ്രേക്ഷകരിലേക്ക് പുതുതായി പങ്കുവയ്ക്കാനുള്ളത്. വേദനിപ്പിക്കുന്നതാണ്, ദാരുണമാണ്. കമലും ഫെലിക്സും വിവരങ്ങളുമായി തുടരുന്നുണ്ട്. കമലിലേക്കാണ്. കമൽ, മരണസംഖ്യ ഉയരുന്നു. ഇനിയും ആളുകൾ, എത്രയോ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അതായത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്നുള്ളത് ഓരോ മണിക്കൂറും അല്ലെങ്കിൽ ഓരോ നിമിഷവും മുന്നോട്ട് പോകുമ്പോൾ അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അക്ഷയ, ദുരന്തത്തിന്റെ വ്യാപ്തി നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. അന്ന് ആളുകൾ, ആ പ്രദേശവാസികൾ നമ്മളോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു, നിങ്ങളൊന്നും ചിന്തിക്കുന്ന പോലെ അല്ല ഇത്, അതിനൊക്കെ ആണ്, നിങ്ങൾ ആരും മനസ്സിൽ ആശങ്കപ്പെടുന്നതിനൊക്കെ അപ്പുറത്താണ് ഈ ദുരന്തമെന്ന് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ, ആ ആശങ്കകൾ സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇപ്പോൾ 200-ലധികം മരണസംഖ്യയായിരിക്കുന്നു. 200ഓളം ആളുകളെ കാണുന്നില്ല എന്ന് പറയുന്നു. ഇനിയും നമുക്ക് അറിയാത്ത ആരൊക്കെ ഉണ്ട് എന്നറിയില്ല. കാരണം ഞാൻ ആദ്യ ദിവസം മുതൽ പറയുന്നത് പോലെ ഈ എസ്റ്റേറ്റ് ലയങ്ങളിൽ, പാടികളിൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികളുണ്ട്. ആസാം, ബംഗാൾ സ്വദേശികളാണ് ഇപ്പോൾ അധികവും തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നത്. അവരുടെ കണക്ക് ഹാരിസൺ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ മാനേജ്മെന്റിന് മാത്രമേ അറിയുകയുള്ളൂ. കണക്കിൽ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഫാമിലി സംബന്ധിച്ച കണക്കുണ്ടോ എന്ന് വ്യക്തമല്ല. കുട്ടികൾ, അവരുടെ ബന്ധുക്കൾ, അങ്ങനെ ആരൊക്കെ അവിടെ താമസിച്ചിരുന്നു എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. അതുകൊണ്ട് അവരുടെ കാര്യം എന്താണെന്ന് നമുക്ക് ഈ ഘട്ടത്തിലും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന കണക്കുകൾക്ക് അപ്പുറത്തേക്ക് ഈ കാണാതായവരുടെ കണക്കൊക്കെ എത്തിയാലും നമുക്ക് എത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിൽ എന്തായാലും സമാനമായ ഒരു ദുരന്തവും ഇതിനു മുൻപ് ഇത്തരത്തിലൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടില്ല. വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. കനത്ത മഴ പെയ്യുന്നത് ആശങ്കയുണ്ടാക്കുന്നു. ഇന്ന് 12 മണിയോടെയാണ്, രാവിലെയൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു. ഞങ്ങൾ മുണ്ടക്കയിൽ എത്തുന്ന സമയത്തൊക്കെ മേഘങ്ങൾക്കിടയിലൂടെ വെയിൽ, സൂര്യപ്രകാശം അടക്കം വരുന്നു. ആ ഉരുൾപൊട്ടിയ മേഖലയിലൊക്കെ വെയിൽ പതിക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. പക്ഷെ ഉച്ചയോടെ ആ സാഹചര്യം മാറി. 12 മണിക്ക് കനത്ത മഴ പെയ്തു. ഇപ്പോഴും മഴ പെയ്യുന്നു. രക്ഷാപ്രവർത്തനം അടക്കം ബുദ്ധിമുട്ടാക്കുന്ന സാഹചര്യം, മാത്രമല്ല അപകടകരമായ സാഹചര്യവുമുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ വീണ്ടും മഴ പെയ്യുമ്പോൾ അവിടെ ആളുകൾ ഉണ്ടാകുന്നത് ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യമുണ്ട്. മുണ്ടക്കയിൽ എന്തായാലും താമസിക്കുന്ന ആളുകൾ ആരും ഇനിയില്ല. അവരെയൊക്കെ മാറ്റിക്കഴിഞ്ഞു. ചൂരൽമലയിലും ഈ പുഴയോരത്തൊന്നുമില്ല. പക്ഷേ രക്ഷാപ്രവർത്തകരും ഉദ്യോഗസ്ഥരും അതുപോലെ സന്നദ്ധ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ഒക്കെ ഇപ്പോഴും ആ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ആശങ്ക കൂടി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ആ മേഖല അത്രത്തോളം സുരക്ഷിതം അല്ല എന്ന അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മഴ വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അക്ഷയ, മഴ വലിയ ആശങ്കയുണ്ടാക്കുന്നു. മഴ മാറി നിൽക്കുന്നതേയില്ല. രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൂരൽമലയിൽ നിന്നുള്ള ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. മരണസംഖ്യ 222 222 പേർക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളിടത്താണ് ഇതെത്ര വലിയ ദുരന്തമാണ്, മഹാദുരന്തം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ മതി. അത്രയും വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സമീപകാലത്തൊന്നും ഇത്രയും വലിയൊരു ദുരന്തം നമ്മൾ കണ്ടിട്ടില്ല.